നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLCയുടെ മോഡൽ പരീക്ഷ കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികളെല്ലാവരും ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തുകയാണ്. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിച്ചാലായിരിക്കും ഞങ്ങൾക്ക് A+ എത്താൻ കഴിയുക എന്ന ചോദ്യം വലിയ രീതിയിൽ മനസ്സിലുണ്ടാവും. ഈ ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പ്രത്യേകിച്ച് മോഡൽ പരീക്ഷ കഴിഞ്ഞ സാഹചര്യത്തിൽ എങ്ങനെ വേണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ എന്നാണ് പറയാൻ പോകുന്നത്. SSLC റിവിഷൻ ക്ലാസ്സുകൾക്കും സ്റ്റഡി ടിപ്സിനും സ്റ്റഡി ട്രിക്കിനും അങ്ങനെ പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം, അതായത് ഇനി ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല പരീക്ഷയ്ക്ക്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് എന്നാണെന്ന് എനിക്ക് അറിയില്ല. ഏതായാലും അധികം ദിവസങ്ങളൊന്നും പരീക്ഷയ്ക്ക് ഇല്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എനിക്ക് എന്തറിയാം എന്തറിയില്ല ഈ ഒരു കണക്ക് വളരെ കൃത്യമായിട്ടുണ്ടാക്കുകയാണ്. തീർച്ചയായിട്ടും മോഡൽ പരീക്ഷ കഴിഞ്ഞ സാഹചര്യത്തിൽ എല്ലാ കുട്ടികളും എല്ലാ പാഠഭാഗങ്ങളിലൂടെയോ അല്ലെ എല്ലാ സബ്ജക്റ്റുകളിലൂടെയോ ഒരു തവണയൊക്കെ ഒന്ന് ഓടിപ്പോയിട്ടെങ്കിലും ഉണ്ടാവും. ചില കുട്ടികൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, ചില കുട്ടികൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ചിലർ ഒന്ന് ഓട്ടപ്രദർശനമൊക്കെ നടത്തിയിട്ടുണ്ടാവും എല്ലാ പാഠങ്ങളിലൂടെയും. നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ട കണക്ക്, ഓരോ സബ്ജക്റ്റിലും ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, ഇനി എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നൊരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. എന്തിനാണ് ഈ ലിസ്റ്റ് എന്നറിയോ? നമുക്കൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു കണക്ക് വേണം, നമുക്കിനി എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളതിന്. അല്ലാതെ ഇംഗ്ലീഷ് എനിക്ക് കുറേ പഠിക്കാനുണ്ട്, ഫിസിക്സ് എനിക്ക് എന്തൊക്കെയോ പഠിക്കാനുണ്ട്, മാത്സ് എനിക്ക് എത്രയോ പഠിക്കാനുണ്ട് എന്ന് പറയുന്നതിന് പകരം ഫിസിക്സിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട്, മാത്സിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അങ്ങനെ ഒരു കൃത്യമായ കണക്കുണ്ടാക്കുക. അങ്ങനെ ഒരു കണക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ. രണ്ടാമത്, മോഡൽ പരീക്ഷ നിങ്ങൾ എഴുതിയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾക്ക് ആൻസർ ഷീറ്റ്സ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. എല്ലാ സബ്ജക്റ്റും കിട്ടിയോന്ന് അറിയില്ല, എങ്കിലും കുറേ സബ്ജക്ട്സിനൊക്കെ ആൻസർ ഷീറ്റ് കിട്ടിയിട്ടുണ്ടാവും. മാത്രവുമല്ല, മോഡൽ പരീക്ഷ എഴുതുന്ന ആ സമയത്ത് നിങ്ങൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ആ നിമിഷത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അയ്യോ, ഞാൻ ഈ ഏരിയ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ ഏരിയയിൽ നിന്നും ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആൻസർ എഴുതാൻ എനിക്ക് പറ്റുന്നില്ല, അപ്പോൾ ഞാനത് പഠിച്ച രീതിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ തീരെ ഞാൻ നോക്കിയിട്ടില്ലല്ലോ, ഇവിടെ നിന്ന് ചോദ്യം വരുമോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷകളും തോന്നിയിട്ടുണ്ടാവും. പരീക്ഷ കഴിഞ്ഞ് പേപ്പർ കിട്ടിയ ശേഷം ആ പേപ്പർ നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ ചിലർ മാർക്ക് തന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പല മിസ്റ്റേക്കുകളും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്കൊരു രൂപം ഉണ്ടാക്കാൻ കഴിയണം. അതായത് ഇന്ന പ്രശ്നങ്ങൾ ഞാൻ മോഡൽ പരീക്ഷ എഴുതിയ സമയത്ത് എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ പഠിച്ചതിൽ ഇന്ന പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഞാൻ കരുതിയ ചില ഭാഗങ്ങളും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, പിന്നെ ഈ പഠിച്ച കാര്യങ്ങൾ എഴുതിയപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മാർക്ക് വന്നില്ല, അതിനെന്താണ് കാരണം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പ്രശ്നമില്ല, മനസ്സിലായെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്താണ് എനിക്ക് പറ്റിയ പ്രശ്നം മോഡൽ പരീക്ഷയിൽ, എന്തൊക്കെയാണ് ഞാൻ നേരിടേണ്ട ബുദ്ധിമുട്ടുകൾ എന്നതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി അത് പരിഹരിച്ചുകൊണ്ട് പഠിക്കാനുള്ള ശ്രമമാണ് രണ്ടാമതായിട്ട് നിങ്ങൾ നടത്തേണ്ടത്. കാരണം ഈ മോഡൽ പരീക്ഷയെ സിമ്പിളായിട്ട് കാണാതെ, മോഡൽ പരീക്ഷ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ മെയിൻ എക്സാമിന്. അവിടെ നിങ്ങൾക്ക് പറ്റിയ പിഴവുകൾ എന്താണെന്ന് അറിഞ്ഞ് തിരുത്തി കഴിഞ്ഞാൽ ഫൈനൽ എക്സാമിന് ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടായും കുട്ടികൾക്ക് ഉണ്ടാവുക. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതോ അത് നിങ്ങൾ റെക്ടിഫൈ ചെയ്യുക. 2, SSLCയുടെ എക്സാം ടൈം ടേബിൾ, SSLC പരീക്ഷയുടെ ആയിക്കോട്ടെ +2 പരീക്ഷയായിക്കോട്ടെ, ടൈം ടേബിൾ വിശദമായിട്ട് പഠിക്കുക. ടൈം ടേബിൾ പഠിക്കുക എന്ന് വെച്ചാൽ എന്താ, ടൈം ടേബിൾ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, ഓരോ പരീക്ഷകൾക്കിടയിലും എത്ര ഗ്യാപ്പുണ്ട്, ഏതൊക്കെ പരീക്ഷകൾക്കാണ് ഗ്യാപ്പ് കുറവ്, അങ്ങനെയെങ്കിൽ അതിനനുസരിച്ച് വേണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പഠിക്കാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ എനിക്ക് തോന്നുന്നു കുറേ ദിവസം ഗ്യാപ്പ് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്സിന് ഗ്യാപ്പുണ്ട്, പക്ഷേ മാത്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയമായതുകൊണ്ട് എക്സ്ട്രാ ടൈം വേണ്ടി വരും. അങ്ങനെ എല്ലാ പരീക്ഷയ്ക്കും ഗ്യാപ്പുണ്ട്, എന്നാൽ ചില പരീക്ഷയ്ക്ക് ഒരു ദിവസം ഗ്യാപ്പുള്ളൂ, ചില പരീക്ഷയ്ക്ക് 4-5 ദിവസം ഗ്യാപ്പുണ്ട്. അങ്ങനെ കൂടുതൽ ഗ്യാപ്പുള്ള സബ്ജക്റ്റുകളെക്കാളും ഗ്യാപ്പ് കുറവുള്ള സബ്ജക്റ്റുകൾ, അതായത് പഠിക്കാൻ ദിവസം കുറവുള്ള സബ്ജക്റ്റുകൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് മറ്റ് സബ്ജക്റ്റ്, ഈ കുറേ ഗ്യാപ്പുള്ള സബ്ജക്ട്സ് പഠിക്കാൻ സമയം കിട്ടും. പിന്നെ ഒരു പരീക്ഷയ്ക്ക് ഒരു 5 ദിവസം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡിവൈഡ് ചെയ്തുകൊണ്ട് കുറച്ച് മറ്റൊരു സബ്ജക്റ്റിനെ എടുത്തൊക്കെ പഠിക്കാം. അത് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, പ്ലാൻ ഉണ്ടാക്കാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ടൈം ടേബിൾ കൃത്യമായിട്ട് പഠിച്ച് എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട്, അങ്ങനെയെങ്കിൽ ഞാൻ ഏത് സബ്ജക്റ്റ് പഠിക്കണം, കുറേ ഗ്യാപ്പുള്ള സബ്ജക്ട്സ് ഒന്ന് മാറ്റി വെച്ച് ഗ്യാപ്പ് കുറവുള്ള സബ്ജക്റ്റ് പഠിക്കും. ഇങ്ങനെയുള്ള പ്ലാനിങ്ങിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു സമയമാണിത്. പിന്നെ ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷവും നിങ്ങൾ പഠനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ A+ എത്താൻ. കാരണം A+ എന്നത്
എല്ലാ കുട്ടികളും കിട്ടുന്ന ഒന്നുമല്ല, അത് നന്നായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ കിട്ടുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷവും നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. എന്തൊക്കെ പഠിച്ചു എന്ന ലിസ്റ്റ് നമ്മൾ തയ്യാറായി കഴിഞ്ഞു. മോഡൽ പരീക്ഷയെ പറ്റിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അതിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളുണ്ടാക്കിയ രൂപമുണ്ടാവും ഞാൻ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും ടൈം ടേബിൾ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പഠിച്ചു പോവുക. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെടുക്കുന്ന ഹാർഡ് വർക്ക് പോലും നിങ്ങൾക്ക് മാർക്കായിട്ട് മാറും. ഓരോ നിമിഷവും ഒരു മാർക്കെങ്കിലും ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സ്ട്രാ തരുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. വീണ്ടും കാണാം. താങ്ക് യു.